ഉണ്ണി ബാലകൃഷ്ണൻ, താരങ്ങളുടെ പ്രഭയൊക്കെ പൂർണ്ണമായും മങ്ങുന്ന ഒരു റിപ്പോർട്ടാണല്ലോ ഇപ്പോൾ കുറേയൊക്കെ മറച്ചു വെച്ചിട്ട് പുറത്തുവിടുമ്പോഴും നമ്മുടെ മുന്നിൽ വന്ന് ഇങ്ങനെ നിൽക്കുന്നത്. ഓരോ പേജും എടുത്തു നോക്കുമ്പോൾ അത് തന്നെയല്ലേ ബോധ്യപ്പെടുന്നത്? സുജയ നോക്കൂ, ഇപ്പോൾ 76ാമത്തെ പാരഗ്രാഫിൽ വളരെ വ്യക്തമായി സുജയ് പറഞ്ഞ കാര്യത്തിൻ്റെ തുടർച്ചയായിട്ട് പറയാം. 76ാമത്തെ പാരഗ്രാഫിൽ പറയുന്നു, ഫ്രം ദി എവിഡൻസ് പ്ലേസ്ഡ് ബിഫോർ ദി കമ്മിറ്റി വിച്ച് ഇൻക്ലൂഡ് സ്റ്റേറ്റ്മെന്റ്സ് ഓഫ് ബോത്ത് മെൻ ആൻഡ് വിമൻ ഇൻ സിനിമ, various documents produced and procured, we unhesitatingly conclude that sexual harassment etc. are shockingly rampant in film industry and it remains unchecked and uncontrolled. വളരെ വ്യക്തതയോടുകൂടി ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിൽ ഒരു മടിയുമില്ലാതെ ഞങ്ങൾക്ക് പറയാൻ കഴിയും, സെക്ഷൽ ഹരാസ്മെൻറ്റ്, ലൈംഗിക ചൂഷണം എന്ന് പറയുന്നത് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിൽ റാമ്പൻ്റ് ആണ്, അത് വ്യാപകമാണ് എന്ന് മാത്രവുമല്ല അത് അൺകൺട്രോൾഡ് ആണ്, അനിയന്ത്രിതമാണ്, അത് അൺചെക്ഡ് ആണ്. ആരും അക്കാര്യത്തിൽ ഒരു നിരീക്ഷണം നടത്തുന്നില്ല. എത്ര വ്യക്തമായിട്ടാണ് ഈ റിപ്പോർട്ടിൽ ഈ സെക്ഷൽ ഹരാസ്മെന്റിനെ കുറിച്ച് ഹേമ കമ്മിറ്റി പറഞ്ഞിരിക്കുന്നത്. മറ്റൊരു ഉദാഹരണം കൂടി പറയാം. 87ാമത്തെ പാരഗ്രാഫിൽ ഒരു പെൺകുട്ടി കൊടുത്തിരിക്കുന്ന മൊഴിയെക്കുറിച്ച് പറയുന്നു. ആ മൊഴിയിൽ ആ പെൺകുട്ടി ആദ്യമായിട്ട് സിനിമയിൽ അഭിനയിക്കാൻ ചെന്നിരിക്കുകയാണ്. അപ്പോൾ ആ പെൺകുട്ടിയോട് പറഞ്ഞു കൊടുക്കുന്ന കാര്യം, ഇന്നിവിടെ വളരെ പ്രശസ്തരായിട്ടുള്ള പല നടിമാരും ഉണ്ടായിട്ടുണ്ട്, ആ നടിമാരെല്ലാം താരപദവിയിലേക്ക് ഉയർന്നിട്ടുള്ളത് ചില അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും ചില കോംപ്രമൈസുകൾക്കും തയ്യാറായിട്ടുള്ളത് കൊണ്ടാണ്. അതുകൊണ്ട് താങ്കളും അഡ്ജസ്റ്റ്മെൻറ്റുകൾക്കും കോംപ്രമൈസുകൾക്കും തയ്യാറാകണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ വലിയൊരു താരമായി വലിയൊരു നടിയായി താങ്കൾക്ക് വളർന്നു വരാൻ കഴിയൂ. ഇതാണ് ആ പെൺകുട്ടിയോട് പറഞ്ഞത്. ആ പെൺകുട്ടി ഭയന്നു പോയി. എന്താണ് ഈ അഡ്ജസ്റ്റ്മെൻറ്റ്, എന്താണ് ഈ കോംപ്രമൈസ് എന്ന് സ്വാഭാവികമായിട്ടും എല്ലാവർക്കും അറിയാമല്ലോ. അതിന് തയ്യാറാകാത്ത ആ പെൺകുട്ടിക്ക് അഭിനയിക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ടായി. ആ പെൺകുട്ടി ഇന്ന് ഈ ഹേമ കമ്മിറ്റി മുമ്പാകെ കൊടുത്തിരിക്കുന്ന മൊഴിയുടെ പകർപ്പ് നമുക്കിപ്പോൾ ലഭിക്കുമ്പോൾ എത്ര ഞെട്ടിക്കുന്ന കാര്യമാണത്. ഇതെല്ലാം നമുക്കറിയുന്ന കാര്യമാണ്. സുജയ സൂചിപ്പിച്ചതുപോലെ കേരളത്തിലെ ഫിലിം ഇൻഡസ്ട്രിയെ ചൂഴ്ന്നു നിൽക്കുന്ന ഈ അനാവശ്യമായ പ്രവണതകളെക്കുറിച്ചൊക്കെ എല്ലാ മലയാളികൾക്കും ബോധ്യമുണ്ട്, എല്ലാ സിനിമാ പ്രേക്ഷകർക്കും ബോധ്യമുണ്ട്. പക്ഷേ ഇപ്പോഴിതാ 100 കണക്കിന് സ്ത്രീകൾ വന്ന് വളരെ സത്യസന്ധമായി എല്ലാം തുറന്നു പറഞ്ഞിരിക്കുന്നു. വലിയ വെളിപ്പെടുത്തലുകൾ നടന്നിരിക്കുന്നു. അത് മാത്രവുമല്ല സുജയ, ഈ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ഓൾ മെൻ ആർ നോട്ട് റെസ്പോൺസിബിൾ, കേട്ടോ, അതും കൂടി വളരെ കൃത്യമായിട്ട് ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. എല്ലാ നടന്മാരും എല്ലാ പ്രൊഡ്യൂസേഴ്സും എല്ലാ സംവിധായകന്മാരും ഇതിൽ പങ്കാളിയാണ് എന്ന് റിപ്പോർട്ട് പറയുന്നില്ല. ഓൾ മെൻ ആർ നോട്ട്. പക്ഷേ ഇതിൽ ഉണ്ണി ബാലകൃഷ്ണൻ ഓൾ മെൻ ആർ നോട്ട് ഈക്വൽ, അത് നമുക്ക് പറയാമല്ലോ. ചില ആണുങ്ങൾ എന്ന് പറയുമ്പോൾ സിനിമയിലെ ചില ആണുങ്ങൾ, അതിലൊരു പ്രമുഖ നടനടക്കമുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, ഒരു പ്രമുഖ നടൻ നയിക്കുന്ന ഒരു മാഫിയ, 15 അംഗ പവർ ഗ്രൂപ്പ്. ആ പവർ ഗ്രൂപ്പ് വെളിപ്പെടണ്ടേ? ഇനിയും സ്ത്രീകൾക്ക് ഈ മേഖലയിലേക്ക് വരണ്ടേ? 4.5 കൊല്ലം മുമ്പ് കൊടുത്ത മൊഴിയാണിത്. 4.5 കൊല്ലം കടന്നുപോയി. ഒരുപാട് വെള്ളം നദിയിലൂടെ ഒഴുകി പോകുന്നത് പോലെ ഒരുപാട് പേർ സിനിമാ മേഖലയിലേക്ക് വന്നു. അവർക്ക് ഇനിയും അന്തസ്സോടെ ജോലി ചെയ്യണമെങ്കിൽ ഈ മാഫിയ എക്സ്പോസ്ഡ് ആകണ്ടേ? ഒരു പ്രമുഖ നടൻ നയിക്കുന്ന മാഫിയ സംഘമാണ് മലയാള സിനിമയെ ഭരിക്കുന്നത്. 15 അംഗ പവർ ഗ്രൂപ്പിന് നേതൃത്വം കൊടുക്കുന്നത് ആ പ്രമുഖ നടനാണ്. അവരടങ്ങുന്ന ആ സംഘം, അത് വെളിപ്പെടണ്ടേ ഉണ്ണി ബാലകൃഷ്ണൻ? നിശ്ചയമായും ഈ റിപ്പോർട്ടിൽ വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നത്, വളരെ പ്രഗത്ഭരായ 1-2 നടന്മാർ, 2 വളരെ പ്രഗത്ഭരായ ചില തിരക്കഥാകൃത്തുക്കൾ, വളരെ പ്രമുഖരായ നിർമ്മാതാക്കൾ, വളരെ പ്രമുഖരായ പ്രൊഡക്ഷൻ കൺട്രോളേഴ്സ്, ഈ വിഭാഗത്തിൽപ്പെട്ട 15 അംഗ മാഫിയ എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ ഒരു മാഫിയ, ഒരു പവർ ഗ്രൂപ്പാണ് കേരളത്തിലെ സിനിമാ ഇൻഡസ്ട്രിയെ നിയന്ത്രിക്കുന്നതെന്ന് വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുന്നു. ഇത് പല ആളുകളുടെ മൊഴികൾ ചേർത്ത് വെച്ചുകൊണ്ട് കമ്മിറ്റി കണ്ടെത്തിയിരിക്കുന്ന ഒരു നിരീക്ഷണമാണ്. ആ വിഭാഗമാണ് കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. അവർക്കെതിരായി എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് ഈ സെക്ഷൽ ഹരാസ്മെൻറ്റ് മാത്രമല്ല കേട്ടോ, അവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാതിരിക്കുന്ന നടന്മാരെയും പുറത്താക്കുന്നു. ഒരു പ്രധാനപ്പെട്ട നടനെ പുറത്താക്കുകയും വളരെ കാലം അദ്ദേഹത്തിന് സിനിമയിൽ അഭിനയിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അദ്ദേഹം പിന്നെ സീരിയലിൽ പോയി അഭിനയിച്ചാണ് തൻ്റെ നിത്യജീവിതം മുന്നോട്ട് കൊണ്ടുപോയത് എന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അപ്പോൾ ആ അർത്ഥത്തിലൊക്കെ വളരെ പ്രധാനപ്പെട്ട ചില നടന്മാരും നിർമ്മാതാക്കളും തിരക്കഥാകൃത്തുക്കളും പ്രൊഡക്ഷൻ കൺട്രോളർമാരും ഒക്കെ കൂടെ ചേർന്നുകൊണ്ട് ഒരു വലിയ മാഫിയ മലയാള സിനിമയെ അടക്കി ഭരിക്കുന്നുവെന്നും അതിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള സെക്ഷൽ ഹരാസ്മെൻ്റ് ആളുകൾക്കുണ്ടാകുന്നുവെന്നും കണ്ടെത്തുന്നുണ്ട്. നിശ്ചയമായും സുജയ സൂചിപ്പിച്ചതുപോലെ അവർ എക്സ്പോസ് ചെയ്യപ്പെടേണ്ടതുണ്ട്, ഒരു സംശയവുമില്ല. കാസ്റ്റിംഗ് കൗച്ച് എന്ന്
എന്ന് പറയുന്ന ഒരു യാഥാർത്ഥ്യമാണെന്ന് ഈ റിപ്പോർട്ട് കണ്ടെത്തുന്നു. കാസ്റ്റിംഗ് കൗച്ച് നിലനിൽക്കുന്നു. അതേപോലെ നോക്കിംഗ് അറ്റ് ദി ഡോർ എന്ന് പറയുന്ന താങ്കൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ രാത്രിയിൽ വന്ന് വെറുതെ മുട്ടി വിളിക്കുകയല്ല കേട്ടോ, വാതിലിടിച്ച് പൊളിച്ചങ്ങ് അകത്തേക്ക് കയറുകയാണ്. ആ രീതിയിലുള്ള ആരോപണങ്ങൾ കേവലം വെറുതെ അങ്ങ് ഉന്നയിക്കുകയല്ല, ഇതുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട എവിഡൻസ് കൂടി കിട്ടിയിട്ടുണ്ട്. ഉണ്ണി ബാലകൃഷ്ണൻ, ഇതിൽ ക്രിമിനൽ കേസ് എടുക്കാൻ സർക്കാരിന് ആർജവമുണ്ടെങ്കിൽ സർക്കാർ റിപ്പോർട്ട് കണ്ടില്ല എന്ന് പറയണ്ട. ഇപ്പോൾ മാധ്യമങ്ങളിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ ഒറ്റ പേജ് ഒന്ന് വായിച്ചു നോക്കട്ടെ മന്ത്രി സജി ചെറിയാൻ. പേജ് നമ്പർ 124, അതിൽ 247-ാമത്തെ പാരഗ്രാഫിൽ പറയുന്നത് എന്താണ്? The strange thing about banning is that it requires no serious issues to ban a person from cinema. ഒരാളെ സിനിമയിൽ നിന്ന് പുറത്താക്കണമെങ്കിൽ അയാൾ ക്രിമിനൽ കുറ്റമൊന്നും ചെയ്യേണ്ട, സീരിയസ് ആയിട്ടുള്ള ഒരു ഒഫൻസും വേണ്ട. പക്ഷേ ചിലർക്ക് ഇഷ്ടപ്പെടാതെ വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ പുറത്താണ്, പടിക്ക് പുറത്താണ്. If a person knowingly or unknowingly offend any member of the power group, ആ പ്രമുഖ നടൻ നയിക്കുന്ന 15-അംഗ പവർ ഗ്രൂപ്പിലെ ഒരാളെയെങ്കിലും പിണക്കി കഴിഞ്ഞാൽ, of the power group in Malayalam film industry for any silly reason, he may be banned, he or she may be banned. പുറത്താണ്, അത് ഈ റിപ്പോർട്ട് കണ്ടെത്തിയിരിക്കുന്നതാണ്. If a member from the power group is not pleased with someone in cinema, whether he be an actor, producer, director or anyone in cinema, however efficient he may be, എത്ര കഴിവുണ്ടെങ്കിലും പവർ ഗ്രൂപ്പിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പടിക്ക് പുറത്താണ് ഉണ്ണി ബാലകൃഷ്ണൻ.